Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപുമാട്ടിപ്പിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാഗ്നസ് സ്റ്റോറിനെ കുറിച്ചിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിനടുത്തുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഫ്രാഞ്ചൈസി സ്റ്റോർ, ഇവരുടെ ഒരു ഫ്രാഞ്ചൈസി സ്റ്റോർ വിസിറ്റ് ചെയ്യാനാണ്. കാരണം നമ്മൾ ഫ്രാഞ്ചൈസി താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു നല്ല ഓപ്ഷനാണെന്നൊരു ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോർ ഉണ്ടാവുക, ഈ സ്റ്റോറിൻ്റെ മെയിൻ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് കിട്ടുക, എങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള കച്ചവടങ്ങൾ നടക്കുന്നത്, എന്തൊക്കെയാണ് വേറെ എക്സ്ട്രാ നമുക്ക് അപ്സെൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോറിലേക്ക് പോകാം. നമ്മൾ സ്റ്റോറിനകത്ത് എത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു 180 സ്ക്വയർ ഫീറ്റിലുള്ളൊരു ഷോപ്പാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രോം ഇതാണ് നമ്മുടെ മാനേജർ സെക്ഷൻ വരിക. ഇവിടെ നിന്നാണ് നമ്മൾ ബില്ലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ സെക്ഷനാണ്. ഇവിടെ ആക്സസറീസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഫോണും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്ലേസാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആക്സസറി സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ടോപ്പിലൊരു ആക്സസറി സെക്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ സൈഡിലും ആക്സസറി സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ആക്സസറീസ് നമ്മൾ ഫോണിൻ്റെ എക്സ്ട്രാ ഒരു ഇതാണല്ലേ. അപ്പം ആക്സസറീസിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്സെൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് ഉള്ള ഒരുപാട് ടോപ്പ് ക്വാളിറ്റിയുള്ള ആക്സസറീസ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതിൽ ത്രൂ ഒരു എക്സ്ട്രാ ലാഭം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ പോകുന്നത് അകത്ത് സ്റ്റേജിലാണ്. അകത്ത് സ്റ്റേജിൽ ആക്ച്വലി മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ മാഗ്നസ് സ്റ്റോറിൽ വരുന്ന കസ്റ്റമറുടെ ഏറ്റവും വലിയ പ്രിവിലേജ് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോൺ ലൈവായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ നടക്കുന്നുള്ളത്. ഇവിടെ ടോപ്പ് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫോണ് ഡയറക്റ്റായിട്ട് ഇവിടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ളതായിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല ഈ ഒരു ട്രാൻസ്പെറൻറ്റ് വാൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണമെന്നില്ല അല്ലേ. മിക്ക സ്ഥലങ്ങളിലാണ് സംഭവിക്കുന്നത്. ഫോൺ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി വിൽ ബി വെയിറ്റിംഗ് ഹിയർ റൈറ്റ്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് നടക്കുന്നതും ടെക്നീഷ്യൻസ് എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നുള്ളതും നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഒരുപാട് ടൂൾസുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ടൂൾസുകൾ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ ഓപ്പറേറ്റിംഗ് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഈ മെഷീൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതിനകത്തുള്ള ആൾക്കാരെ കുറിച്ച് ചോദിക്കാം. ഇവിടെ സാധാരണ ഷോപ്പിൽ കാണാത്ത രീതിയിലുള്ള ഒരുപാട് എന്താ പറയുക മെഷീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്. അപ്പം എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ടൂൾസുകൾ യൂസ് ചെയ്യുന്നത്, ഇത് എത്രത്തോളം അപ്ഗ്രേഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ ഒരു മെഷീനെ കുറിച്ച് പറയാം. ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേ, ഒറിജിനൽ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത്. ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ 2 റോ ആയിട്ട് ഇതിന് വരും. ഒന്ന് നമ്മൾ ഈ സെപ്പറേറ്റ് എടുത്ത ഗ്ലാസ് പുതിയ ഗം വെച്ച് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ആ പഞ്ച് ചെയ്യുന്ന ഇതിൽ എയർ ഉണ്ടെങ്കിൽ അത് ഡീബബിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ മെഷീൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ മെഷീൻസിനെ കുറിച്ചൊന്ന് പറയാം. ഇതെന്താ സംഭവം? ഈ മെഷീൻ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന എല്ലാ മോഡൽസും ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഗമ്മഡ് ആയിരിക്കും. അങ്ങനത്തെ ഫോണുകൾ ഹീറ്റ് ചെയ്ത് അയക്കാൻ അത് വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. പക്ഷേ ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അറ്റ് എ ടൈം നമുക്ക് ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ട്രേസിനകത്ത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷീൻസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഗുണം. നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ടെക്നീഷ്യൻസ് ചെയ്യുന്ന വർക്കുകൾ കാണാൻ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്കിവിടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാറ്റിൽ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പാർട്സോ ലൈക്ക് റീപ്ലേസ് ആവാനോ അല്ലെങ്കിൽ മിസ്പ്ലേസ് ആവാനുള്ള 100% ചാൻസ് 0 ആണ് നിങ്ങൾക്ക് പറയാം. അത്രയും ഇതിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഏതൊരു ലേറ്റസ്റ്റ് മോഡൽ ഫോണുകളായാലും അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണെന്ന് കറക്റ്റ് മാർക്ക് ഔട്ട് ചെയ്ത് കാണിക്കും. അതിനുവേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ടൂളാണ്. ഇത് നമ്മുടെ മൈക്രോസ്കോപ്പാണ്. അതുകൂടാതെ ലേസർ മെഷീൻ ഉണ്ട്. നമ്മളെ ബാക്ക് കവറൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലേസർ മെഷീൻ ഉണ്ട്. ഈ ലേസർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഹൈ പ്രിസിഷൻ വർക്കൊക്കെ ചെയ്യുക. അതുകൂടാതെ ഇത് ഫ്രീസറാണ്. സാംസങ്ങിൻ്റെ എഡ്ജ് പോലുള്ള ലൈക്ക് ഡിവൈസുകളൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീസേഴ്സാണ് ഇത്. ഈ ഒരു ഫ്രീസർ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ്, അതായത് മാഗ്നസിൻ്റെ സ്റ്റോർ റൂമുകളിൽ ഒരു മെഷീനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓരോ മെഷീനും ഓരോ പർപ്പസാണ്. ഇത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഇങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വളരെ അപൂർവമാണ് കാണപ്പെടുക. ഇതാണ് മാഗ്നസിൻ്റെ പ്രത്യേകത.
ഇന്ന് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ വിസിറ്റ് ചെയ്തു. നമുക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓണറെ പരിചയപ്പെടേണ്ടത് അത്യാവശ്യമാണല്ലേ, കാരണം ഇതിന് പെർമിഷൻ തന്നത് മിസ്റ്റർ അബ്ദു ആണ്, ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് പുള്ളിനെ പരിചയപ്പെടാം, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇത് പറയാൻ കാരണം മിക്ക ആൾക്കാർക്ക് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ആ ഒരു മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കണോ, അല്ല നമുക്ക് വേറെ ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് സപ്പോർട്ടുകൾ എന്തെല്ലാം കിട്ടുക, നമുക്ക് ലൈക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഈ സംഭവം തുടങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് തുടങ്ങി ലൈവായിട്ട് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്ന ആളോട് തന്നെ ചോദിക്കാം. സർ, ഓക്കെ, പറഞ്ഞോളൂ സാർ. സാർ, ഇതിൽ സാറിൻ്റെ ഒരു എത്ര മാസം ഈ സ്റ്റോർ തുടങ്ങി? ഇതിപ്പം കറക്റ്റ് ഒരു മാസം. എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? കുഴപ്പമില്ല. ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വിജയമാണെന്ന് വേണം പറയേണ്ടി വരും. കാരണം കേരളത്തിൽ ഇപ്പോൾ ഇവരെ നിലവിൽ റൺ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്ല വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും, ഇതിനു മുമ്പ് ലൈക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ഇൻഡസ്ട്രിയിൽ ഞാൻ മുമ്പേ ഉണ്ട്, പക്ഷേ ഈ ടെക്നിക്കൽ ഫീൽഡിൽ ആദ്യമാണ്. എക്സ്ക്ലൂസീവ് സ്റ്റോറും ലൈക്ക് ഇങ്ങനത്തെ ഒരു വെഞ്ചർ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താ? കാരണം ഇവരെ നല്ലൊരു ഓർഗനൈസേഷനാണെന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഇവരെ പറ്റി ആദ്യം പഠിച്ചു. പിന്നെ അതായത് നമ്മൾ ഇപ്പോൾ ഈ മേഖലയിൽ നേരിടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാരെ കിട്ടുക, അതായത് സർവീസ് എഞ്ചിനീയർമാരെ കിട്ടുക എന്നുള്ളതാണ്. ഇവരെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇവർക്കുണ്ടാവും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമുണ്ട്. കാരണം അത്രയും ഓർഗനൈസേഴ്സായിട്ട് ഇവർ ചെയ്യുന്നത്. അതാണ് ഇതിൽ ഇവരെ ഈ മാഗ്നസിനെ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ചൂസ് ചെയ്തത്. അപ്പോൾ സാറ് സെയിൽസ് ഇൻഡസ്ട്രിയിൽ, അതായത് മൊബൈലിൻ്റെ സെയിൽസ് ഇൻഡസ്ട്രിയിൽ മുമ്പുണ്ടായിരുന്നു, സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് മാഗ്നസിലൂടെ കടന്നത്. ഇപ്പം രണ്ടും കൂടി കമ്പൈൻ ആയതുകൊണ്ട് എന്തായാലും ഒരു ഫുൾ ബിസിനസ് തന്നെ എടുത്തിരിക്കുകയാണ് ഫൈനൽ. പിന്നെ കൂടാതെ ഇവർ നല്ല ടീം വർക്കാണ്. നമ്മൾ ഒരു മാസം കൊണ്ട് മനസ്സിലാക്കിയത് നല്ല ടീം വർക്കാണ്. പിന്നെ എല്ലാ സപ്പോർട്ടും ഏത് ഭാഗത്തുനിന്ന്. ഇപ്പം മെഷീനറി സംബന്ധമായിട്ട് നമുക്കിപ്പം നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു മെഷീൻ കേട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നായിരിക്കും വരുത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ സംഭവം സെറ്റായി കിട്ടും. അതൊരു വലിയ പോയിന്റാണ്. കാരണം നമുക്ക് അത്തരത്തിലൊരു മെഷീൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. സോ പിന്നെ ചോദിക്കാനുള്ള മെയിനായിട്ട് കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്. കാരണം അൾട്ടിമേറ്റ്ലി കസ്റ്റമർ ആണല്ലോ, നമ്മളൊരു ഫോൺ തന്ന് റിപ്ലൈ. അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റഡ് കസ്റ്റമർ വേറെ ഉണ്ടോ? കാരണം ഒരു മാസം കൊണ്ട് ഷോർട്ട് ടൈം വേണം അറിയാം, എന്നാലും ചോദിക്കുകയാണ് എങ്ങനെയാണ്? ഇതിലൊന്നും റിപ്പീറ്റ് കസ്റ്റമർ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കസ്റ്റമർ ഏറ്റവും നല്ല അവർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മുടെ എല്ലാ സ്വകാര്യതയും മൊബൈലിലാണുള്ളത്. മുമ്പ് നമ്മൾ ഡയറി കുറിപ്പുകളായിരിക്കും, പക്ഷേ ഇന്ന് എല്ലാ സ്വകാര്യതകളും മൊബൈലിലാണ്. അപ്പോൾ ഒരു മൊബൈൽ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് തകരാറ് വന്നു കഴിഞ്ഞാൽ പലരും ഇത് റിപ്പയർ ചെയ്യാൻ മടിക്കുന്നു. കാരണം നമ്മൾ അതിൽ ഒളിഞ്ഞു നോക്കുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം നേരിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന കസ്റ്റമർ വീണ്ടും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട് വരുന്നു. അതാണ് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം. കാരണം ഒരു അൺടാപ്ഡ് ആയിരിക്കുന്ന ഏരിയയാണ് ആ ഒരു സെഗ്മെൻറ്റ്. അതിന് നമുക്ക് വളരെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ ഏറ്റവും വലിയ ഗുണം. സോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ മാഗ്നസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് വളരെ സസ്റ്റൈനബിളായിട്ട് ഒരുപാട് കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് സംരംഭമാണ് ഞാനിവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട്. ലൈവ് ഫ്രാഞ്ചൈസിയുടെ ഓണർ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള അബ്ദുക്ക. അപ്പം പുള്ളിനോട് നമുക്ക് ഇനി ബാക്കി ഇപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യം ഉണ്ടാവും. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എത്ര സ്റ്റോർസ് അതിന് കേരളത്തിൽ അവൈലബിൾ ഉള്ളത് അല്ലെങ്കിൽ സ്ലോട്ട്സ് അവൈലബിൾ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. സർ, കേരളത്തിലിപ്പം നിലവിൽ 232ഓളം ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട്. അത് ലക്ഷദ്വീപിലടക്കം ഇപ്പം 100ഓളം ഫ്രാഞ്ചൈസി വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിൽ പയ്യന്നൂരിലെ ഫ്രാഞ്ചൈസിയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഡിസംബർ 16 ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി എത്ര ഫ്രാഞ്ചൈസീസ് അവൈലബിൾ ഉണ്ടാവും കേരളത്തിൽ? അത് ശരിക്കും മാഗ്നസിനോട് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് മാഗ്നസിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഫ്രാഞ്ചൈസിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ വിളിക്കാം. ഇവരുടെ A to Z കാര്യങ്ങൾ ബ്രോഷേഴ്സ് ചോദിക്കാം. ഇവരുടെ ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും.
നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വിത്തിൻ 1 day നിങ്ങൾക്ക് എന്ത് ചെയ്യും റിപ്ലൈ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. സോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ണൂരും പയ്യന്നൂരും നമ്മുടെ കാസർഗോഡൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ റിപ്പയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രസ്റ്റ്ഫുള്ളായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള മാഗ്നസ് സെൻ്ററാണ് പയ്യന്നൂരിലെ മിഡ്വേ ആർക്കേഡ് നിയർ ഫോക്കഡി സ്റ്റോർ, പയ്യന്നൂർ പഴയ സ്റ്റാൻഡ് അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പയ്യന്നൂരിലുള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളുടെ 5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസും കൂടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇത്രയും സെറ്റപ്പ് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും അബ്ദുക്കയുടെ ബിഹാഫിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ഇവിടത്തേക്ക്. കാരണം ഇറ്റ്സ് റിയലി നൈസ്. ലൈക്ക് നമ്മൾ നല്ല ടോപ്പായിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ടോപ്പായിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ ഒരു ഫ്രാഞ്ചൈസി സ്റ്റോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഡിസ്കഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മാഗ്നസിനെ കോൺടാക്റ്റും ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ളൊരു അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.